ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഫിസിക്കൽ സയൻസ് പെഡഗോജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. Option C, knowledge, application, comprehension, synthesis, analysis, evaluation. And option D, remembering, applying, understanding, analyzing, creating, evaluating. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ ബ്ലൂംസ് ടാക്സോണമി ചോദിക്കും, അല്ലെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അതേപോലെ തന്നെ നമ്മുടെ സയൻസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് മാക്കോർമാക്ക് ആൻഡ് യാഗേഴ്സ് ടാക്സോണമി. അപ്പോൾ ഈ ഒരു 2-3 ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാ എക്സാമിനും കാണാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, നമുക്ക് വേഗത്തിൽ തന്നെ 2-3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ബ്ലൂമും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സൂടെ, ബെഞ്ചമിൻ എസ് ബ്ലൂമും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സൂടെ ചേർന്ന് 1956 ഈ ഒരു ഒറിജിനൽ ടാക്സോണമി കൊണ്ടുവരുന്നത്. ഇത് വളരെ വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സോണമി ആയിരുന്നു. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ അദ്ദേഹം 3 ഡൊമെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമെയിൻസ് ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതായത് ലേണിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ്, അത് 3 ഡൊമെയിൻസിലായിട്ടാണ് ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആണ്, സെക്കൻഡ് അഫക്റ്റീവ് ഡൊമെയിൻ, ആൻഡ് തേർഡ് വൺ ഈസ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോളജുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നോയിങ് ആണത്. സെക്കൻഡ് വരുന്നത് എഫക്റ്റീവ് ഡൊമെയിൻ ആണ്, അത് നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമെയിൻ ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സൈക്കോമോട്ടോർ ഡൊമെയിൻ, അല്ലെങ്കിൽ ഡൂയിങ്, ആക്ടിവിറ്റി ആണിത്. അപ്പോൾ ഡൂയിങ് ആയിട്ടുള്ളൊരു ഡൊമെയിൻ ആണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഈ 3 ലെവലുകളിലായിട്ട്, ഈ 3 ഡൊമെയിനുകളിലായിട്ടാണ് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നോളജിൽ മാറ്റങ്ങളുണ്ടാകും, അതേപോലെ തന്നെ ഇമോഷണലി മാറ്റങ്ങളുണ്ടാകും, സൈക്കോമോട്ടോർ ഡൊമെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്ന സബ് ഡൊമെയിൻസ് എന്ന് നോക്കാം. കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്ന സബ് ഡൊമെയിൻസിനെ അദ്ദേഹം 6 ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 6 ലെവൽസ് ആയിട്ടാണ് കോഗ്നിറ്റീവ് ഡൊമെയിനെ അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് പഠിച്ചിരിക്കുക. ഫസ്റ്റ് നോളജ്, സെക്കൻഡ് കോംപ്രിഹെൻഷൻ, തേർഡ് ആപ്ലിക്കേഷൻ, ഫോർത്ത് അനാലിസിസ്, ഫിഫ്ത്ത് സിന്തസിസ്, ആൻഡ് ലാസ്റ്റ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിനെ ഒരു പിരമിഡലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെവലാണ്. കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ലോവസ്റ്റ് ലെവലാണ് നോളജ് ലെവൽ. അല്പം കൂടെ തിങ്കിങ് സ്കില്ല് വരുന്നതാണ് കോംപ്രിഹെൻഷൻ. അതിനേക്കാൾ ഹയർ ലെവലാണ് ആപ്ലിക്കേഷൻ. അതിനേക്കാൾ ഹയർ ലെവലാണ് അനാലിസിസ്. നെക്സ്റ്റ് ഹയർ ലെവലാണ് സിന്തസിസ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവാലുവേഷനാണ്. ഇനി നോളജ് എന്ന് പറയുന്നത് എന്താണ്? നോളജ് എന്ന് പറയുന്ന ലോവസ്റ്റ് ലെവല് ഇത് റിമെമ്പറിങ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു എന്താണ് പറയുക, ഒരു റോഡ് മെമ്മറൈസേഷനാണ്. അപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം റെപ്പറ്റീഷനിലൂടെ പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, മനസ്സിലാക്കാതെ എന്തോ പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിനെ ഒന്ന് റിമെമ്പർ ചെയ്തെടുക്കുക. ജസ്റ്റ് റിമെമ്പറിങ് ആണ് നോളജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് നടക്കുമ്പോൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് ആണ്. അതാണ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അല്പം കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഇതിന് അല്പം കൂടെ തിങ്കിങ് സ്കില്ല് വേണം. നെക്സ്റ്റ് ഹയർ ലെവലാണ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കുട്ടി എന്താണ്? മനസ്സിലാക്കുകയാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ലേണർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിനെ ഇലാബറേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നു. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ കഴിയുന്ന അല്പം കൂടെ ഹയർ ആയിട്ടുള്ള ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. ദെൻ വരുന്നത് ആപ്ലിക്കേഷനാണ്. അപ്പോൾ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന നോളജിനെ ഒരു ന്യൂ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നു. ഓക്കെ, അപ്പോൾ
ആപ്ലിക്കേഷൻ എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ എന്താണ്, ലേണർ ഈസ് ഏബിൾ ടു അപ്ലൈ ദ ലേൺഡ് നോളജ് ടു ന്യൂ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ നോളജിനെ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ലെവലാണ് അനാലിസിസ്. ഇനി അനാലിസിസ് എന്ന ലെവലിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇവിടെ എത്തുമ്പോൾ സിമിലാരിറ്റീസ് ഡിഫറൻസസ് ഒക്കെ കമ്പയർ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുക, സിമിലാരിറ്റീസ് ഡിഫറൻസസ് ഒക്കെ കണ്ടെത്തുക, ഇതിന് കഴിയുന്ന ഒരു ലെവലാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആണ്. അപ്പോൾ സിന്തസിസ് എന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിൽ ഈ അനാലിസിസിന് ശേഷം വരുന്നത് സിന്തസിസ് ആണ്. അതിനുശേഷമാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഹയസ്റ്റ് ലെവൽ എത്തുന്നത്. എന്നാൽ 2001 ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി വന്നു. ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ട് കൊണ്ടുവന്നതാണ് ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി. അപ്പോൾ അത് ബ്ലൂംസ് ടാക്സോണമിനെ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി കൊണ്ടുവന്നത്. അപ്പോൾ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി അനുസരിച്ചിട്ട് സിന്തസിസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ, ഇവാലുവേഷൻ അതിന് താഴെ വരുന്ന ലെവലാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറയാം. ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് ഹയസ്റ്റ് ലെവലാണ്. ഈ ഇവാലുവേഷൻ എന്ന് പറയുന്ന ലെവലിൽ നടക്കുന്നത് ഇവിടെ ഈ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ലെവലാണ്. അതായത് ഒരു പ്രോബ്ലം വരുന്നു, ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം വരുന്നു, ആ പ്രോബ്ലത്തിന് ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുട്ടി ഏബിൾ ആവുന്നു. അതുമാത്രമല്ല അവൻ ആ സൊല്യൂഷനെ കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നു, അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിന് കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ആണ്. ലേൺഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന്, അപ്പോൾ ലേൺഡ് നോളജിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് എക്സിസ്റ്റിംഗ് എലമെൻറ്റ്സ് ഓർ പ്രിൻസിപ്പിൾസിൽ നിന്ന്, പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് എലമെൻറ്റ്സ് ഓർ പ്രിൻസിപ്പിൾസിൽ നിന്നും പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ആണ്, അതാണ് സിന്തസിസ്. അപ്പോൾ ശരിക്കും റിവൈസ്ഡ് ടാക്സോണമി അനുസരിച്ച് ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് ഈ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോളജ് അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നതാണ് റിമെമ്പറിങ്. റിവൈസ്ഡ് ടാക്സോണമിയിൽ നോളജ് തന്നെയാണ് റിമെമ്പറിങ്, കോംപ്രിഹെൻഷൻ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ ആണ് അപ്ലൈയിങ്, അനാലിസിസ് അനലൈസിങ് ആണ്. സിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ക്രിയേറ്റിംഗ് ആണ്. അതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിന്തസിസ് എവിടെ വന്നു, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വന്നു. അതേപോലെ തന്നെ ഇവാലുവേഷൻ അതിൻ്റെ ലോവർ ലെവലിലേക്ക് പോയി. അപ്പോൾ ഈ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആണ്. ക്രിയേറ്റിംഗ് ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത് ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നൗൺ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ വെർബ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. നോളജ് റിമെമ്പർ എന്നുള്ള റിമെമ്പറിംഗ് എന്നായി, കോംപ്രിഹെൻഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ആയി, ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈയിങ് ആയി, അനാലിസിസ് അനലൈസിംഗ് ആയി, അതുപോലെ തന്നെ ഇവാലുവേഷൻ എന്നുള്ളത് ഇവാലുവേറ്റിംഗ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ബ്ലൂംസ് ടാക്സോണമി അതാണ് ഒറിജിനൽ ടാക്സോണമി 1956 വന്നത്. അതിൽ നിന്ന് റിവൈസ്ഡ് ടാക്സോണമി 2001 അതിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, 2 എണ്ണം ഇൻ്റർചേഞ്ച് ചെയ്ത് ഓർത്തിരിക്കുക. ബ്ലൂംസ് ടാക്സോണമിയുടെ ഹയസ്റ്റ് ലെവൽ, കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഹയസ്റ്റ് ലെവൽ ഇവാലുവേഷൻ ആണ്. റിവൈസ്ഡ് ടാക്സോണമിയുടെ ഹയസ്റ്റ് ലെവൽ വരുമ്പോൾ ഏതാണ്, ക്രിയേറ്റിംഗ് ആണ് അല്ലെങ്കിൽ സിന്തസൈസിങ് ആണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ഓക്കെ, എന്താണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, നോളജിനകത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ എന്താ കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രമല്ല. പിന്നെ എന്താണ്, നമുക്ക് ഒരു ലേണിങ്ങിലൂടെ ഫിസിക്കൽ, സോഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഇമോഷണൽ ഇങ്ങനെയുള്ള എല്ലാ ചേഞ്ചസും ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ലേണിങ്ങിലൂടെ നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയും ലോവർ തൊട്ട് ഹയർ വരെയുള്ള ലെവൽസ് ആയിട്ട് ഹയറാർക്കിയൽ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും വരുന്ന ഡൊമൈൻസിൻ്റെ സബ് ലെവൽസ് കൃത്യമായിട്ട് പഠിക്കുക. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ആണ്. എഫക്റ്റീവ് ഡൊമൈൻ്റെ ലോവസ്റ്റ് ലെവൽ ഏതാണ്, റിസീവിംഗ് ആണ്. ദെൻ റെസ്പോണ്ടിങ്, ദെൻ വാല്യൂയിങ്, ദെൻ ഓർഗനൈസിങ് ആൻഡ് ഫൈനലി അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദി എഫക്റ്റീവ് ഡൊമൈൻ ഈസ് ക്യാരക്ടറൈസിങ്. ഓക്കെ ആണോ. അപ്പോൾ റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എത്ര വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അല്ലേ, അല്ലെങ്കിൽ അതിന് വില്ലിങ് ആവണം. അപ്പോൾ ആ വില്ലിങ് ആവുമ്പോൾ മാത്രമേ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവിംഗ് എന്ന് പറയുന്ന ലെവലിൽ വില്ലിങ്നെസ് ടു റിസീവ് ആണ് അല്ലെങ്കിൽ വില്ലിങ്നെസ് ടു ലേൺ ആണ്. കുട്ടി ഇവിടെ ആക്റ്റീവ് ആകുകയാണ്. കുട്ടി പഠിക്കാനായിട്ട് വില്ലിങ്നെസ് ആകുന്ന ആ ഒരു ഡൊമൈൻ, ആ ഒരു ലെവലാണ് റിസീവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെവൽ ഈ ഒരു ലെവലിൽ കുട്ടി അതിൻ്റെ അറ്റൻഷൻ കൊടുക്കുകയാണ് പഠിത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ
അറ്റൻഷൻ കൊടുക്കുകയാണ് റിസീവിങ്ങിൽ. നെക്സ്റ്റ് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ റെസ്പോണ്ടിങ് ആണ്. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ കുട്ടി കുറച്ചുകൂടി ആക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാറുന്ന ലെവലാണ് റെസ്പോണ്ടിങ് എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ വെറുതെ കേട്ടോണ്ടിരിക്കുകയല്ല, പിന്നെ എന്താണ് സ്വന്തം ഐഡിയാസ് പറയുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസേഴ്സ് പറയുക, ഐഡിയാസ് പറയുക. ഇങ്ങനെ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ഒരു പാസീവ് ലിസണർ ആവാതെ ക്ലാസ്സിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാറുമ്പോൾ എന്താണ് റെസ്പോണ്ടിങ് എന്നുള്ള ഡൊമെയിനിലേക്ക് എത്തി. ദെൻ വരുന്നത് വാല്യൂയിങ് ആണ്. വാല്യൂയിങ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലേണിംഗ് സിറ്റുവേഷനിൽ അക്വയർ ചെയ്യുന്ന ഒരു വാല്യൂ, ആ വാല്യൂവിനെ എന്ത് ചെയ്യുകയാണ് സ്വന്തം ലൈഫിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് മാറ്റുക. അപ്പോൾ അതാണ് വാല്യൂയിങ് എന്നുള്ള ലെവൽ. അപ്പോൾ വിത്തൗട്ട് എനി പ്രഷറാണ്, ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒന്നും ഒരു പ്രഷറും ഇല്ലാതെ എന്താണ് വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക ടു അപ്രീഷിയേറ്റ് സംതിങ്, അങ്ങനെ ആ ഒരു വാല്യൂ സിസ്റ്റത്തിനെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ അവൻ അക്സെപ്റ്റ് ചെയ്തെടുക്കുക. അതാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. ദെൻ വരുന്ന ലെവലാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്നുള്ള ലെവലിൽ എത്തുമ്പോഴേക്കും കുട്ടി അക്വയർ ചെയ്യുന്ന പല വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെ അവൻ എന്ത് ചെയ്യണം, ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ലെവലിൽ വെച്ച് എന്താണ് ഈ വാല്യൂസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഏതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരു ഓർഡറിൽ സ്വന്തമായിട്ട് ഈ വാല്യൂസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓർഗനൈസിങ്. ദെൻ വരുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് എഫക്റ്റീവ് ഡൊമെയിൻ അല്ലേ, ലേണിംഗിൽ വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിലെ എഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്ന ഹയസ്റ്റ് ലെവലാണ് ക്യാരക്ടറൈസിങ്. ക്യാരക്ടറൈസിങ് എന്നുള്ള ലെവലിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഇവിടെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അവൻ്റെ ബിലീഫ്സ്, തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ വാല്യൂസിനെ മൊത്തം അവൻ്റെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുകയാണ്. ദാറ്റ് മീൻസ് അവൻ്റെ ക്യാരക്ടറിൽ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇൻറ്റേർണലൈസിങ് വാല്യൂസ് ആണ്. അപ്പോൾ ക്യാരക്ടറൈസിങ് ഓർ ഇൻറ്റേർണലൈസിങ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ വാല്യൂസ് അവൻ്റെ ക്യാരക്ടറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗാന്ധിജിയുടെ ക്യാരക്ടറാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു സ്വഭാവമല്ലേ നോൺ വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക വാല്യൂസ്, അതാണ് ക്യാരക്ടറൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഹയർ ലെവലാണ് എഫക്റ്റീവ് ഡൊമെയിൻ്റെ ക്യാരക്ടറൈസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ വരുന്ന തേർഡ് ഡൊമെയിനാണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. അപ്പോൾ എന്താണ് ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തേർഡ് ഡൊമെയിൻ ഏതാണ്, സൈക്കോമോട്ടോർ ഡൊമെയിൻ ആണ്. ഈ സൈക്കോമോട്ടോർ ഡൊമെയിനിൽ വരുന്ന ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ആണ്. ഇമിറ്റേഷൻ, നെക്സ്റ്റ് മാനിപ്പുലേഷൻ, നെക്സ്റ്റ് പ്രിസിഷൻ, നെക്സ്റ്റ് ആർട്ടിക്കുലേഷൻ, നെക്സ്റ്റ് നാച്ചുറലൈസേഷൻ. അപ്പോൾ ഇവിടെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് മുകളിലോട്ട് പോകുമ്പോൾ ഹയർ ലെവലിലേക്ക് എത്തും. അതിൽ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണർ ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ടീച്ചർ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആണെങ്കിൽ ഇൻസ്ട്രക്ടർ കാണിച്ചു കൊടുക്കുന്ന കാര്യം, അതിനെ ജസ്റ്റ് ബ്ലൈൻഡ്ലി അത് കോപ്പി ചെയ്യുവാണ്. അപ്പോൾ ആ കോപ്പി ചെയ്യുന്നതാണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ സൈക്കോമോട്ടോർ ഡൊമെയിൻ അല്ലെങ്കിൽ ഡൂയിങ് ലെവലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലാണ്, ആ ആക്ടിവിറ്റിയുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് ഇമിറ്റേഷൻ. ഇനി അത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ ലേണിംഗിൽ സൈക്കോമോട്ടോർ ഡൊമെയിൻ്റെ നെക്സ്റ്റ് ലെവലാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് കോപ്പിംഗ് ലേണർ സ്റ്റാർട്ട്സ് ടു റൈറ്റ് സംതിങ് ബൈ ഇൻസ്ട്രക്ഷൻ ഓൺലി. ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ച് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് സ്വന്തമായിട്ട് ചെയ്യുവാണ്, അതാണ് മാനിപ്പുലേഷൻ. അപ്പോൾ കോപ്പിയിങ് അല്ല, മാനിപ്പുലേഷനാണ്. അപ്പോൾ ഒന്നുകിൽ ഓർത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ തേർഡ് ലെവലായിട്ടുള്ള പ്രിസിഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച്, റിക്വയർമെൻറ്റിനനുസരിച്ച് ഒരു ആക്ഷൻ ചെയ്യുകയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടിയാണെങ്കിൽ എന്താണ്, ഇത് കൺട്രോൾ ചെയ്യാൻ ഏബിൾ ആവുന്നു, ഏത് ആക്ഷനാണ് എപ്പോൾ വേണ്ടത്. അപ്പോൾ അത് സ്വന്തമായിട്ട് അവന് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ലേണർ ആക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ റിക്വയർമെൻറ്റിന് അനുസരിച്ച് ആക്ഷൻ കൺട്രോൾ ചെയ്യുകയാണ്. ഇൻസ്ട്രക്ടർ ഇവിടെ സൈലൻ്റ് ആണ്. ആ ഒരു അവസ്ഥയാണ്, ആ ഒരു ലെവലാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്കോമോട്ടോർ ഡൊമെയിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവലാണ് ആർട്ടിക്കുലേഷൻ എന്നുള്ള ലെവൽ. ആർട്ടിക്കുലേഷൻ എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടി പല ആക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഹി ഹാൻഡിൽ മെനി ആക്ഷൻസ് ടുഗദർ. ഒന്നിൽ കൂടുതൽ സ്കിൽസിനെ ഒന്നിച്ച് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആർട്ടിക്കുലേഷൻ. അപ്പോൾ നെക്സ്റ്റ് ഹയർ ലെവലാണ് 2-3 സ്കിൽസിനെ ഒന്നിച്ചാണ് കുട്ടി ഇവിടെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ടറുടെ ആവശ്യമോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. കുട്ടി തന്നെ ഒന്നിൽ കൂടുതൽ ആക്ഷൻസിനെ ഒന്നിച്ച് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു എഫിഷ്യൻസിയിലേക്ക് എത്തുന്നു. ഇനി
ഇനി നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലൈസേഷൻ ആണ്. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ ഇൻ പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ ഉണ്ടാകുന്ന പെർഫെക്ഷൻ. ഇവിടെ കുട്ടി ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നു, ഇവിടെ എക്സ്പേർട്ട് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഒരു സ്കില്ല് പല റെപ്പറ്റീഷനിലൂടെ കടന്നുപോയി എക്സ്പേർട്ട് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഒട്ടും തന്നെ മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നു, പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ. അപ്പോൾ 3 ഡൊമെയിൻസും കൃത്യമായിട്ട് ഓർക്കുക, അതിനകത്ത് വരുന്ന സബ് ഡൊമെയിൻസും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡന്റിഫൈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം അമംഗ് ദി ഫോളോയിങ്. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഫൈനലി ക്രിയേറ്റിംഗ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസോടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ദ ഹയസ്റ്റ് ഓർഡർ ഇൻ ദ ഓർഗനൈസേഷൻ ഹൈറാർക്കി ഓഫ് ദ കോഗ്നിറ്റീവ് ഡൊമെയിൻ ഈസ്. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഏതാണെന്നാണ്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അത് ബ്ലൂംസ് ടാക്സോണമി അല്ല, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെ ഹയസ്റ്റ് ഓർഡർ ആണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ. 4 ഓപ്ഷൻസ് ഉണ്ട്: അനലൈസിങ്, അപ്ലൈയിങ്, ക്രിയേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. ഇവിടെ ഏതാണ് ഹയസ്റ്റ് ലെവൽ വരുന്നത്? കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ഹയസ്റ്റ് ലെവലിൽ വരുന്നത് ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആയതുകൊണ്ട് അതിൻ്റെ ഹയസ്റ്റ് ലെവൽ, കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആണ്. ഇനി ബ്ലൂംസ് ടാക്സോണമി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ ഏതാണ് വരിക? ഇവാലുവേഷൻ ആണ് അല്ലേ? ഇവാലുവേഷൻ ആണ്. എന്നാൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വരുമ്പോൾ ഇവാലുവേഷനേക്കാൾ മുകളിൽ വരുന്നത് ഏതാണ്? ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഗ്നിറ്റീവ് ഡൊമെയിൻ എക്സ്പ്ലെയിൻസ്. 4 ഓപ്ഷൻസ് ഉണ്ട്: ഡൂയിങ് ഫീൽഡ്, നോളജ് ഫീൽഡ്, ഫീലിംഗ് ഫീൽഡ്, ആക്ടിവിറ്റി ഫീൽഡ്. സിമ്പിളായിട്ടുള്ളതാണ്. കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഏത് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്? നോളജ് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സബ് ഡൊമെയിൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഡൂയിങ് ഒക്കെ എന്താണ്? ഡൂയിങ് ഫീൽഡ് എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഏതാ വരിക? ഫീലിംഗ് എഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ അഫക്റ്റീവ് ഡൊമെയിൻ. അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നത് ഏതാണ്? ഇമിറ്റേഷൻ, ക്യാരക്ടറൈസേഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇപ്പോൾ ഇമിറ്റേഷൻ, ക്യാരക്ടറൈസേഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ നമ്മൾ സൈക്കോമോട്ടോർ ഡൊമെയിനിൽ പഠിക്കുന്നതാണ്. ഇമിറ്റേഷനും ആർട്ടിക്കുലേഷനും നാച്ചുറലൈസേഷനും. അപ്പോൾ അതിൽ വരാത്ത ക്യാരക്ടറൈസിങ് എന്നുള്ളത് ഏതിൽ വരുന്നതാണ്? എഫക്റ്റീവ് ഡൊമെയിനിൽ പഠിച്ചതാണ് അല്ലേ? ബ്ലൂംസ് ടാക്സോണമിയിലുള്ള എഫക്റ്റീവ് ഡൊമെയിനിൽ നമ്മൾ പഠിച്ചതാണ് ക്യാരക്ടറൈസിങ്. അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ അഫക്റ്റീവ് ഡൊമെയിൻ്റെ ആൻസർ ഏതാണ്? ക്യാരക്ടറൈസേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് റെസ്പോണ്ടിങ് അഫക്റ്റീവ് ഡൊമെയിൻ ദെൻ ഇവാലുവേറ്റിംഗ്. അപ്പോൾ റെസ്പോണ്ടിങ് എന്നുള്ളത് അഫക്റ്റീവ് ഡൊമെയിനിലാണ് വരുന്നതെങ്കിൽ ഇവാലുവേറ്റിംഗ് ഏത് ഡൊമെയിനിൽ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസീവിങ് റെസ്പോണ്ടിങ് ഒക്കെ പഠിച്ചത് അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നതാണ് അല്ലേ? റിസീവിങ് റെസ്പോണ്ടിങ്ങിൽ പോകുന്നത് അഫക്റ്റീവ് ഡൊമെയിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റിംഗ് എന്നുള്ളത് ഏത് ഡൊമെയിനിൽ വരുന്നതാണ്? നമ്മൾ പഠിച്ചതാണ്. ഏത് ഡൊമെയിനിൽ വരുന്നതാണ്? കോഗ്നിറ്റീവ് ഡൊമെയിനിലാണ് ഇവാലുവേറ്റിംഗ് വരുന്നത് അല്ലേ? കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്നതാണ് ഇവാലുവേറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പെഡഗോജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെഡഗോജിയുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്